അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിൽ ഇസ്ലാം വജഅലനാ മിൻ ഉമ്മത്തി സയ്യിദിൽ ആനാം വസ്സലാത്തു വസ്സലാമു അലാ ഖൈരിൽ ആനാം സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മാന്യ ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാനേജ്മെൻറ്റ് ഭാരവാഹികളെ, മദ്രസ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നാളെ അവൻ്റെ ജന്നാത്തുൽ ബഖീയിൽ നമ്മെ ഏവരെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഒരു സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ മദ്രസയിൽ നടക്കുന്നതായ ഈ മീലാദ് സംഗമത്തിൽ സദർ മുഅല്ലിമായി പ്രിൻസിപ്പളായി നിയമിതനായിരിക്കുകയാണ് ഞാൻ. ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഈ ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. ഇതെനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന എൻ്റെ ജീവിതത്തിലെ വലിയൊരു നിയാമത്താണ്. അൽഹംദുലില്ലാഹ് അൽഫ മറ. മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം, അവിടുത്തോടുള്ളതായ മുഹബ്ബത്ത് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കണം. അവിടുത്തോടുള്ളതായ മുഹബ്ബത്ത് നമ്മിൽ ഉടലെടുക്കണമെങ്കിൽ അവിടുത്തെ ചരിത്രം എന്തായിരുന്നു, അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുത്തെ ജീവിതം നാം പഠിക്കേണ്ടത് ഹദീസുകളിലൂടെയാണ്. നബിവചനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകളെക്കാൾ നമ്മൾ കാണുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്നാണ്. കാരണം വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതത്തിന് സംസാരിക്കാൻ കഴിയൂ. വാക്കിനേക്കാൾ ഉച്ചത്തിൽ, വാക്കിനേക്കാൾ ഉയരെ ജീവിതം കൊണ്ടൊരു സംസാരമുണ്ടേ. ആ സഹവാസത്തിൻ്റെ ഏറ്റവും മഹത്തായ പാഠങ്ങൾ റസൂൽ കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു. സഹവാസം തന്നെയായിരുന്നു. ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ദിശാബോധം പകരലായിരുന്നു. നമ്മുടെ പഠന സമ്പ്രദായങ്ങളോ അതിൻ്റെ മെത്തഡോളജിയോ ആയിരുന്നില്ല. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ദിശാബോധം പകരാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ് റസൂലും സഹാബികളും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ തീ കൂട്ടണം, വിറക് വേണം. റസൂൽ കൂടെയുള്ളവരോട് പറയാണ്, നമ്മൾക്ക് എല്ലാവർക്കും പോയിട്ട് വിറക് കൊണ്ടുവരാം. നിങ്ങളെല്ലാവരും പോയി വിറക് കൊണ്ടുവരൂ എന്നല്ല, നമ്മൾക്ക് എല്ലാവർക്കും പോയി വിറക് കൊണ്ടുവരാം എന്നാണ്. ബോസല്ല, ലീഡറായിരുന്നു, നേതൃത്വമായിരുന്നു. അങ്ങനെ എല്ലാ ആളുകളും ഓരോ ചെറിയ ചെറിയ വിറകിൻ്റെ കഷ്ണവും കൊള്ളിയും ഓരോന്നായി കൊണ്ടുവന്ന് വെച്ച് റസൂലിൻ്റെ മുന്നിൽ ചെറിയൊരു കൂമ്പാരം നിറഞ്ഞു. അപ്പോൾ ലോകം കണ്ട ഏറ്റവും മഹാനായ അധ്യാപകൻ ആ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളോട് പറയാണ്, ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ വലിയ പാപമായി മാറുന്നത്. ഒരു ചെറിയ കമ്പല്ലേ, ശരി, അങ്ങനെ കുറേ ചെറിയ കമ്പുകൾ കൂട്ടിവെച്ചാൽ അതൊരു വലിയ കമ്പാണ് എന്ന് അവർക്ക് ആ നിമിഷമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ബദൽ എന്ന് വിളിക്കാവുന്ന ഒരു ജീവിതക്രമം ആ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയും. കഅബയുടെ താക്കോല് സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ, അദ്ദേഹത്തോട് റസൂൽ ഒരിക്കൽ ആ താക്കോല് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം കൊടുത്തില്ല. അപ്പം റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ കയ്യിൽ വരും, അന്ന് ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഉസ്മാൻ ഇബ്നു ത്വൽഹ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഖുറൈശികളുടെ അവസാനമായിരിക്കും, ഈ നാടിൻ്റെ അന്ത്യമായിരിക്കും.
അപ്പം റസൂൽ എന്താ പറയാ? ഇല്ല, അപ്പോഴും നല്ല കാലം തന്നെ ആയിരിക്കും ഈ നാടിനും കുറേശികൾക്കും. മക്ക വിജയ ദിവസം ആ താക്കോല് റസൂലിൻ്റെ കയ്യിലാണ്. റസൂൽ അത് ആരുടെ കയ്യിലാണ് നൽകുന്നത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ഓരോ ആളും ആഗ്രഹിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അത് പരസ്യമായി പറയുക പോലും ചെയ്തു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കുന്നത് ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിലാണ്. നമ്മൾ പറയൂലേ, എനിക്കൊരു അവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കണം എന്നാണ് റസൂൽ പറഞ്ഞത്. എങ്ങനെയാ കാണിച്ചു കൊടുക്കേണ്ടത്? ഉസ്മാൻ ഇബ്നു തുൽഹയുടെ കയ്യിൽ കഅബയുടെ താക്കോൽ തിരിച്ചു കൊടുത്തതുപോലെ. എത്ര മനോഹരമായ പ്രതികാര രീതിയാണ് ആ മഹാജീവിതം കാണിച്ചത്. നമ്മുടെ ശത്രുവിനെ നമ്മളെ അപമാനിച്ച മനുഷ്യന്, നമ്മളെ കരയിപ്പിച്ച മനുഷ്യന്, നമ്മളെ സങ്കടപ്പെടുത്തിയ മനുഷ്യന്, നമ്മൾക്കെതിരെ പലതും പറഞ്ഞു പരത്തിയൊരു മനുഷ്യന്, നമുക്കറിയാം അത് ആരൊക്കെയാണ് എന്ന്. ആ മനുഷ്യനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്തായിരിക്കും, അതെന്താകണമെന്ന് റസൂൽ ഏറ്റവും മനോഹരമായി പഠിപ്പിച്ചു തരികയായിരുന്നു ആ താക്കോല് തിരിച്ചു കൊടുത്തപ്പോൾ. ജാബിർ എന്ന സ്വഹാബിൻ്റെ കൂടെ റസൂല് ഒരു ഒട്ടകപ്പുറത്ത് പോവാ. ആ ഒട്ടകം ജാബിറിൻ്റേതായിരുന്നു റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് റസൂൽ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. ജാബിർ എന്ന റസൂലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കല്യാണക്കാരി റസൂൽ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. റസൂലിന് അതിൽ യാതൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വൈകാരികതകളോട് മതി എന്ന് പറയാൻ റസൂലിന് കഴിഞ്ഞിരുന്നു. എനിക്ക് ഇത്രയൊക്കെ മതി പരിഗണന. ജീവിത വിഭവങ്ങളോട് മതി എന്ന് പറയുന്ന പോലെ അല്ല അത് കേട്ടോ. അതിലേറെ കുറച്ചുകൂടി സഹനം ആവശ്യം വരും. അതിലൂടെ കുറച്ചുകൂടി ആത്മീയമായൊരു അച്ചടക്കം ആവശ്യം വരും. വൈകാരികതകളോടൊരു മനുഷ്യന് മതി എന്ന് പറയാൻ. ആ സ്വഹാബിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് റസൂൽ അറിയണത് ആ യാത്രയിൽ പിന്നീട് എപ്പോഴോ ആണ് എന്നറിഞ്ഞിട്ടും റസൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇപ്പം പ്രസക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തോട് റസൂലുള്ള ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒട്ടകം വിൽക്കണമെന്ന് ചോദിച്ചു. ഇപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറയാം, ഈ ഒട്ടകം എന്തിനാ റസൂലിന്? ഇത് പ്രായമേറെയുള്ളൊരു ഒട്ടകമാണ്, ഒന്നും കിട്ടില്ല ഇതിന്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൈസ ഒന്നും കിട്ടില്ല റസൂലെ. റസൂലിന് എന്തിനാണ് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല ഇതിനെ കൊണ്ട്. റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒട്ടകത്തെ വിൽക്കണോ? ഞാൻ വാങ്ങും. അവസാനം അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, റസൂൽ എനിക്ക് എത്ര തരും? റസൂൽ പറഞ്ഞു, 1 റുപ്യ തരും. അപ്പം അദ്ദേഹം പറയാണ്, റസൂൽ എന്നെ കളിയാക്ക. ആ കച്ചവടം 40 രൂപയിൽ ഉറപ്പിച്ചു നമ്മുടെ കണക്കിൽ. അങ്ങനെ 40 രൂപയ്ക്ക് വാങ്ങിയ ഒട്ടകവുമായി റസൂൽ മദീനയിലേക്ക് ചെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജാബിറിന് 40 രൂപ കൊടുക്കണം. ഞാൻ ഈ ഒട്ടകത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിയിരുന്നു, പിന്നെ ഈ ഒട്ടകവും കൊടുക്കണം, ഈ ഒട്ടകവും കൊടുക്കണം. റസൂലിന് ഒട്ടകം ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷെ ജാബിറിന് പണം ആവശ്യമുണ്ടായിരുന്നു എന്ന് റസൂലിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് അത് വായിച്ചെടുത്തു. അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു റസൂലിന് മനുഷ്യനോട്. ഓരോ ബന്ധങ്ങളോടും റസൂലിന് അത്രയേറെ ആഴമേറിയ അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യൻ്റെ ഈ സങ്കടങ്ങളെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. ബദർ എന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് അണികൾ ശരിയാക്കുകയായിരുന്നു റസൂല്. നിങ്ങൾ കേട്ടതായിരിക്കും. തിരിച്ച് ഈ സ്നേഹം എത്ര കിട്ടിയെന്നാണ്. ഓരോ മനുഷ്യനും റസൂൽ അത്ര പ്രിയപ്പെട്ടവനായിരുന്നു. കാരണം ഓരോ മനുഷ്യനും തോന്നിയിരുന്നു, ഞാൻ റസൂലിന് അത്രയും പ്രിയപ്പെട്ടവനാണ്. അണികൾ ശരിയാക്കുന്നത് ഒരു വടി കൊണ്ടാണ്. റസൂൽ എല്ലാവരും ഇങ്ങനെ ഒരു വടിയുണ്ട്, ആ അണികളെ സൊഫ് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്വഹാബിക്ക് തെല്ലൊരു ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞത്, റസൂൽ എന്തിനാ അടിക്കുന്നത്? പറഞ്ഞാൽ പോരെ. ഞാൻ അടിച്ചിട്ടില്ലല്ലോ സ്വഭാത്, ഞാനിങ്ങനെ മെല്ലെ തൊട്ടിട്ടല്ലേ ഉള്ളൂ. അല്ല, റസൂൽ എന്നെ അടിച്ചിട്ടുണ്ട്. ആണോ? എനിക്ക് തിരിച്ചടിക്കണോ? സ്വഹാബികളൊക്കെ ആകെ ആകാംക്ഷയോടുകൂടിയും ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രതികരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരാ റസൂൽ? മുന്നിലെ വെളിച്ചമാണ് റസൂൽ. നമ്മൾ റസൂൽ എന്ന് പറയുന്ന പോലെ അല്ല
അവർക്ക് റസൂൽ എന്ന് പറയുമ്പോഴുള്ള ഫീല് അത് മറ്റൊന്നാണ്. മുന്നിലെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ അപഹസിക്കുന്നത് അവരിഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ അവരോടൊക്കെ ശാന്തമാകാൻ പറയാ റസൂല്. എന്നിട്ട് റസൂൽ എന്താ ചെയ്യുന്നത്? കയ്യിലുണ്ടായിരുന്ന വടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ചടിക്കൂ. എനിക്ക് ഇങ്ങനെ അടിച്ചാൽ പോരെ റസൂലെ, റസൂലിൻ്റെ മേൽക്കുപ്പായ ഒന്ന് പൊക്കിത്തരണം, എനിക്ക് വയറ്റത്തടിക്കണം. സ്വഹാബികളൊക്കെ ഇളകുന്നുണ്ട്. റസൂൽ അപ്പോഴും ശാന്തമാകാൻ പറഞ്ഞിട്ട് മേൽക്കുപ്പായ മെല്ലെ പൊക്കി കൊടുത്തു. സുവാദ്, ഈ ലോകത്ത് ചുംബിക്കാവുന്ന ഏറ്റവും മനോഹരമായ ആ തിരുദേഹത്തെ ചുംബിച്ചു. വാരിപ്പുണർന്ന് തുരുതുരാ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലെ, ഇതിനു വേണ്ടിയായിരുന്നു, എന്നോട് ക്ഷമിക്കണം. കണ്ടു നിന്നവരുടെ ഒക്കെ കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സ്നേഹത്തിൻ്റെ മുന്നിൽ ആരുടെ കണ്ണാണ് നിറയാത്തത്? ദേഷ്യത്തിൻ്റെ മുന്നിലല്ല, സ്നേഹത്തിൻ്റെ മുന്നിൽ. ഹംസ എന്ന സ്വഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയും, റളിയല്ലാഹു അൻഹു. അത്രയേറെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ട് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്. റസൂലിന് അത്ര പ്രിയപ്പെട്ടവനായിരുന്നേ. റസൂലിൻ്റെ വലങ്കയ്യായിരുന്നു. റസൂൽ അദ്ദേഹത്തെ വിളിച്ചതുപോലും ഹംസത്തുൽ ഖറാർ എന്നാണ്. അദ്ദേഹം ഷഹീദായപ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചത് സയ്യിദു ശുഹദാ എന്നാണ്. ശരി, ഹംസ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് വിഷം നിറച്ച അമ്പ് കൊണ്ട് വധിച്ച രക്തസാക്ഷിത്വത്തിന് കാരണക്കാരനായ വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന പദമെന്താണ്? വാക്കെന്താണ്? റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പോലെ നമ്മൾ പറയാ വഹിഷി റളിയല്ലാഹു അൻഹു. വഹിഷിക്കത് ചെയ്യേണ്ടി വന്നത് വഹിഷിയുടെ ബോസായിരുന്ന ഹിന്ദിന് വേണ്ടിയിട്ടാണ്. പിന്നെ സംഭവിച്ചതൊക്കെ നമുക്കറിയാം. ഹിന്ദ് എങ്ങനെയാണ് ആ പ്രതികാരം തീർത്തത് എന്ന്. എത്രമേൽ വലിയ പകയുടെ മിനാരമായിരുന്നു ഹിന്ദ് എന്ന് നമുക്കറിയാം. എന്നിട്ടും ആ ഹിന്ദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹ. ആ ഹിന്ദിനത് ചെയ്യാനുള്ള എല്ലാ ഒത്താശയും പ്രേരണയും ചെയ്തു കൊടുത്ത ഒരാളുണ്ട്. അയാളുടെ പേര് ഖാലിദ് ബിൻ വലീദ് എന്നായിരുന്നു. കളിക്കൂട്ടുകാരനാ. ആ ഖാലിദ് ബിൻ വലീദിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹു അല്ലേ? ഹിന്ദ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വരുന്നൊരു വരവുണ്ട്. അപ്പോഴാണ് റസൂൽ അവരോട് പറയണത്, ഹിന്ദേ, ഞാൻ നിങ്ങൾക്ക് ഷഹാദത്ത് ചൊല്ലിത്തരാം, ഞാൻ തന്നെ ചൊല്ലിത്തരാം. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവിൻ്റെ ദീനാണ്. നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന വാതിലാണ് ഇസ്ലാമിൻ്റെ വാതിൽ. പക്ഷേ എനിക്ക് ഹിന്ദിനോട് മാത്രമായി ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മുഖം മറച്ചിട്ട് വരണം. അത്രയേ ഉള്ളൂ. എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മുഖം മറച്ചുകൊണ്ട് വരണേ. നിങ്ങളെ കാണുമ്പോൾ എനിക്കെൻ്റെ ഹംസയെ ഓർമ്മ വരുന്നു. നയതന്ത്രപരമായൊരു കൂടിക്കാഴ്ചയായിരുന്നു. ആ സദസ്സിലേക്ക് ആരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു അല്ലേ? അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. റസൂൽ അദ്ദേഹത്തിന് പ്രത്യഭിവാദ്യം ചെയ്തെങ്കിലും റസൂലിന് ഇഷ്ടപ്പെട്ടില്ല ആ വരവ്. അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലുള്ളാഹിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്ന് പറയാം അല്ലേ? അബസ എന്ന പേരിൽ ഒരു അധ്യായമാണ്. പിന്നീട് എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ കാണുന്നത് അപ്പോഴൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വാരിപ്പുണരും. നിങ്ങൾ എൻ്റെ ഉടപ്പറപ്പാണ് കേട്ടോ അബ്ദുള്ള, നിങ്ങൾ എൻ്റെ സഹോദരനാണ് കേട്ടോ അബ്ദുള്ള. അന്ധനായൊരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ എത്ര ചുവടുകളാണോ നടക്കാൻ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നത്, അത്രയും ചുവടുകളുടെ എണ്ണം പാപം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് ആ വലിയ വെളിച്ചം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. റസൂലുള്ളാഹിയുടെ നെറ്റി ചുളിഞ്ഞ കാര്യം അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല. കാരണം അത് കാണാനുള്ള കണ്ണ് ആ പാപം മനുഷ്യനില്ലല്ലോ. ഇനി അദ്ദേഹം അത് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് വിഷമമൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും അത് അന്ധനായ മനുഷ്യനോട് ചോദിച്ചിരുന്നു, അങ്ങനെ വിഷമം ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? അവർ പറയാണ് വിഷമം ഉണ്ടാവില്ല, ശീലമില്ലേ. അവഗണനശീലമായ മനുഷ്യരെ, നിന്ദശീലമായ മനുഷ്യരെ, പക്ഷേ ആകാശത്ത് നിന്ന് അള്ളാഹു ഇടപെടുകയാണ്. റസൂലെ ശരിയായില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ റസൂലിനെ അള്ളാഹു തിരുത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ആ പാപം സ്വഹാബിക്ക് വേണ്ടിയിട്ട്. മനുഷ്യൻ്റെ അത്രയേറെ അടുത്ത് നിൽക്കാൻ, മനുഷ്യനെ പരിഗണിക്കാൻ, മനുഷ്യനെ വിഷമിപ്പിക്കാതിരിക്കാൻ അള്ളാഹു റസൂലിന് ശിക്ഷണം നൽകിയിരുന്നു. അതുകൊണ്ടാണ് റസൂലിന് എപ്പോഴും സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. സമ്മാനങ്ങൾ നൽകുന്ന ഒരാൾ. എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് കൊടുക്കും. റസൂൽ അദ്ദേഹത്തിന് ചിലതൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം അദ്ദേഹം പറയും, എന്തിനാ റസൂൽ എനിക്ക് തരുന്നത്? ഞാൻ അങ്ങോട്ട് തന്നാൽ പോരെ, റസൂൽ പ്രയാസപ്പെടണ്ട. അതുപോരാ, ഞാൻ അങ്ങോട്ടും തരും. നിങ്ങൾ എനിക്കാരാണ് എന്നത് മാത്രമല്ല, ഞാൻ നിനക്കാരാണ് എന്നത് കൂടിയാണ് സമ്മാനം. എല്ലാ സമ്മാനവും. ഒരിക്കൽ ആ സ്വഹാബി റസൂലിന് കൊണ്ടുവന്ന് കൊടുത്തത് മുന്തിരിയായിരുന്നു. റസൂൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത് കഴിച്ച്. മറ്റു സഹാബികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, കൊതിയൂറുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും കൊടുത്തില്ല റസൂൽ. അദ്ദേഹം അത് കണ്ട് സന്തോഷിച്ചു. അദ്ദേഹം നൽകിയ ഒരു സമ്മാനം റസൂൽ അത്രയേറെ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചുപോയി. അപ്പോഴാണ് സഹാബികൾ റസൂലിനോട് ചോദിച്ചത്, ഞങ്ങളൊക്കെ ഇങ്ങനെ റസൂലിൻ്റെ അരികിൽ നിന്നിട്ടും റസൂൽ ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. റസൂൽ സാധാരണ അങ്ങനെയല്ല, ഞങ്ങൾക്ക് വിഷമമായി. അപ്പൊ റസൂൽ സഹാബികളോട് പറയാ, ഇത് നല്ല പുള്ളിയാണ്, നിങ്ങൾക്ക് ഞാൻ തന്നാൽ നിങ്ങൾ ആ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയും ഇത് പുള്ളിയാണ്. അപ്പം അദ്ദേഹത്തിന് വിഷമാവൂലേ? അത് വേണ്ട, ഞാൻ സഹിച്ചു, ഇനി വേണമെങ്കിൽ നിങ്ങളും കഴിച്ചോളൂ. എല്ലാവരും എടുത്ത് കഴിച്ചു നോക്കി, നല്ല പുളിയായിരുന്നു. വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യനെ മനസ്സ് നോവിക്കാതിരിക്കാനുള്ള ആന്തരികമായൊരു അച്ചടക്കത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാണോ? എത്ര സംഭവങ്ങളാണല്ലേ. അത്രയേറെ ക്ഷമാശീലനായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ മീലാദാണ് നമ്മളിന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. മീലാദിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? നാം ഇന്ന് ആഘോഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാണ്. പക്ഷേ ആഘോഷത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പാട്ടുകളിലും അലങ്കാരങ്ങളിലും മാത്രം ഒതുങ്ങരുത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിനാകെ കാരുണ്യമായിട്ടല്ലാതെ നബിയെ അങ്ങയെ ഞാൻ അയച്ചിട്ടില്ല. അതായത് റസൂലെ അങ്ങയെ ഞാൻ അയച്ചിട്ടുള്ളത് ലോകത്തിലുള്ളതായ എല്ലാവർക്കും, എല്ലാ വസ്തുക്കൾക്കും കാരുണ്യമായിട്ടാണ് എന്നാണ്. അപ്പോൾ ലോകർക്ക് വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാരുണ്യത്തിൻ്റെ സത്യസന്ധതയുടെ അതുപോലെ തന്നെ വിനയത്തിൻ്റെ മാതൃകയായിക്കൊണ്ടാണ്. ഇന്നത്തെ മീലാദ് പരിപാടി നമ്മെ ആ വഴിയിലേക്കായിരിക്കണം നയിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, എനിക്കൊരിക്കലും വലിയ ഒരാളാകാനാവില്ല എന്ന് തോന്നുന്നു. ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഓർക്കണം, ഒരു വലിയ മരവും ഒരു ചെറിയ വിത്തിൽ നിന്ന് തന്നെയാണ് വളരുന്നത്. ഏതൊരു വലിയ മരവും ഒരു ചെറിയ വിത്തിൽ നിന്ന് തന്നെയാണ് വളരുന്നത്. ഒരു കുട്ടി ദിനം പ്രതി ഒരു ചെറിയ നല്ല പ്രവൃത്തി ചെയ്താലും, ദിനം പ്രതി ഒരു ചെറിയ അറിവ് പഠിച്ചാലും, ദിനം പ്രതി ഒരു ചെറിയ ദുആ ചൊല്ലിയാലും അത് ഒരു ദിവസം വലിയൊരു ശക്തിയായി മാറും എന്നുള്ളതാണ് വാസ്തവം. ആ കുട്ടി ആ വാക്കുകളെല്ലാം മനസ്സിലാക്കി വർഷങ്ങൾക്കിപ്പുറം അവൻ സമൂഹത്തെ നയിക്കുന്ന ഒരു വലിയ പണ്ഡിതനായി മാറി എന്നുള്ളതാണ്. കുട്ടികളെ, നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ചെറിയ സുന്നത്തുകൾ, ചെറിയ ചെറിയ ഹദീസുകൾ, നബി ഗ്രന്ഥങ്ങൾ, നബിയുടെ ചരിത്രങ്ങൾ,
ചെറിയ ദുആകൾ, ചെറിയ അറിവുകൾ എല്ലാം ഒരു ദിവസം നിങ്ങളെ മഹത്തായ വ്യക്തികളാക്കുമെന്ന് മനസ്സിലാക്കണം. രക്ഷിതാക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് മക്കൾക്കായി ചെലവഴിക്കുന്ന ചെറിയ സമയം, എത്ര ചെറിയ സമയമാണെങ്കിലും, എത്ര ചെറിയ ശ്രദ്ധയാണെങ്കിലും, ചെറിയ പ്രോത്സാഹനം, അത് അവരുടെ ഭാവിയെ പ്രകാശിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കുട്ടികൾക്കുള്ളതായ എൻ്റെ ഒരു സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിന്ന് ഖുർആനും അതുപോലെ നബിയുടെ ഹദീസും നബിചര്യയും പഠിക്കുന്നുണ്ട്. പഠിച്ചതെല്ലാം വീട്ടിലും അതുപോലെ നമ്മൾ സഞ്ചരിക്കുന്നതായ പാതകളിലും നടപ്പിലാക്കുക എന്നുള്ളതാണ്. സത്യസന്ധരായിരിക്കുക, അധ്യാപകരെ ആദരിക്കുന്ന മക്കളാവുക, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളാവുക എന്നുള്ളതുമാണ്. നിങ്ങൾ തന്നെയാണ് നാളെയുടെ ഉമ്മത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നാളെയുടെ നേതാക്കൾ നിങ്ങൾ തന്നെയാണ്. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എനിക്കുള്ള സന്ദേശം, കുട്ടികളുടെ ഭാവി മദ്രസയിലും വീട്ടിലും ഒരുപോലെ രൂപപ്പെടുന്നു. ആ പെടുത്തേണ്ടതായ ബാധ്യത അത് രക്ഷിതാക്കൾക്കാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്നതിനെ വീട്ടിൽ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് സമയം നൽകുക, അവരുടെ മുന്നിൽ നല്ല മാതൃകയായിരിക്കുക. ഓർക്കണം, ഒരു നല്ല കുടുംബമാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഈ മദ്രസയെ ഖുർആൻ്റെ പ്രകാശത്തിൻ്റെ കേന്ദ്രമാക്കണം. കുട്ടികളിൽ പഠനത്തിനൊപ്പം നല്ല സ്വഭാവവും അതൊക്കെ വളർത്തിയെടുക്കണം ഇൻഷാ അല്ലാഹ്. അതിന് രക്ഷിതാക്കളും അധ്യാപകരും കൈകോർത്ത് നമ്മുടെ കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതയിൽ വളർത്തണം. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കിതിവിടെ ചെയ്തു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, മാനേജ്മെൻറ്റ് ഭാരവാഹികളെ, ഈ മീലാദ് സംഘം നമ്മുടെ ഹൃദയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളതായ സ്നേഹവും സുന്നത്ത് നടപ്പിലാക്കാനുള്ളതായ ഉത്സാഹവും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽ അബ്നാഅന മിൻ ഹഫളത്തിൽ ഖുർആൻ വമിനൽ ആമിലീന സുന്നത്തി നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم بارك في هذا المسجد، في هذا المجلس، وفي هذا المدرسة، وفي أهلها أجمعين. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.